സോ ഇന്ന് നമ്മൾ ഗ്രാഫ്ക്യൂലിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ ഗ്രാഫ്ക്യൂൽ എന്ന് പറയുന്നത് ഒരു ക്വറി ലാംഗ്വേജ് ആണ്. സോ ട്രഡീഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റ് API ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അവിടെ രണ്ട് മേജർ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഓവർ ഫെച്ചിങ് ആണ്, അത് കഴിഞ്ഞിട്ട് ഒന്ന് അണ്ടർ ഫെച്ചിങ് ആണ്. സോ ഓവർ ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ നമുക്കൊരു യൂസറിന്റെ നെയിമാണ് നമുക്ക് വേണ്ടത് ഡിസ്പ്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ എൻഡ് പോയിന്റ് ആണ് നമുക്ക് കോൾ ചെയ്യുന്നത്. സോ യൂസർ എൻഡ് പോയിന്റ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് നെയിം മാത്രമല്ല ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ഫെച്ചിങ് എന്ന് പറഞ്ഞ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അതേ എക്സാമ്പിൾ നമുക്കിപ്പോൾ ആ യൂസറിന്റെ ഫോളോവേഴ്സ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ യൂസറിനെ കോൾ ചെയ്യണം, പ്ലസ് നമ്മൾ യൂസർ ID വെച്ചിട്ട് ഓരോരോ ഫോളോവേഴ്സും നമ്മൾ ഗ്യാദർ ചെയ്തെടുത്തിട്ട് വരും. സോ നമ്മൾ GraphQL നോക്കിക്കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി സെൻഡ് ചെയ്യണത് ഒരു ക്വറിയാണ്. സോ ക്വറി ബേസ്ഡ് ആണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. ഫ്ലെക്സിബിൾ ഡേറ്റ ആണ് നമുക്ക് GraphQL നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുക. സോ GraphQL നോക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും, രണ്ടാമത് മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും. മ്യൂട്ടേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഡേറ്റ. സോ ആ ടൈപ്പിൽ നോക്കി കഴിഞ്ഞാൽ കുറെ ഫീൽഡ്സ് ഉണ്ടാവും. ഈച്ച് ഫീൽഡിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ടാവും. സോ സപ്പോസ് ഇപ്പോൾ ഒരു ഫീൽഡ് നമുക്ക് റിക്വയർഡ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് നമുക്ക് അതേപോലെ തന്നെ നെസ്റ്റഡ് ഒബ്ജക്ട്സ് കൊടുക്കാം, നമുക്ക് ഒരു അറേനുള്ളിൽ കൊടുക്കാം. പവർഫുൾ ഡെവലപ്പർ ടൂൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലോക്കലി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്വറി ഡിഫൈൻ ചെയ്യാം. ക്വറി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് സപ്പോസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഓൺലൈൻ കമ്പൈലർ കോൺസെപ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ തന്നെ നമുക്ക് JSON ഫയലിൽ ടൈപ്പ് കിട്ടണം. സോ അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോക്യുമെന്റേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സ്കീമിൽ. ഇതാണ് GraphQL in 100 seconds. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക്